നക്സലൈറ്റ് ചാപ്റ്ററിൽ ഈ രണ്ട് കഥാപാത്രങ്ങളുടെയും പേഴ്സണൽ സൈഡിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ധാരണ കിട്ടുന്നുണ്ട്. അത് കിട്ടിക്കഴിയുമ്പോൾ തോന്നിയത് ഇത്രയും നേരം സിനിമ ഉപയോഗിച്ച തരം ലൗഡ് ഹ്യൂമർ ആയിരുന്നില്ല ഈ കഥ അർഹിച്ചത് എന്നായിരുന്നു. കഥയുടെ സ്ട്രക്ചർ സാമാന്യം സിനിമ കാണുന്ന ആർക്കും ഊഹിക്കാൻ പറ്റുന്നതേയുള്ളൂ. അതായത് ഈ ഒരു ബന്ദിയാക്കൽ പരിപാടി കഴിയുമ്പോൾ പരസ്പരം കണ്ടുകൂടാത്ത ഇവർ തമ്മിൽ ഒരു നല്ല ബന്ധം വരും എന്നത് തന്നെയാണ് ഇവിടുത്തെ കഥ. ക്ലൈമാക്സിനോട് അടുത്ത് വരുന്ന ചില സ്ഥലങ്ങളിലുള്ള ചില സീനുകൾ കണ്ടപ്പോൾ ഒരാൾ മനസ്സില്ലാ മനസ്സോടെ പോലീസുകാരനാകുന്നതിൻ്റെയും ഒരാൾ ഏത് സാഹചര്യത്തിൽ നക്സലൈറ്റ് ആകുന്നു എന്നതും അവർ കാണുന്ന നീതി നിഷേധങ്ങൾ എന്താണെന്നതും ഒക്കെ കാണിക്കാനുള്ള അവസരം ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ്. ഈ സിനിമ തീർന്നു കഴിഞ്ഞാലും സുരേഷ് കൃഷ്ണ അവതരിപ്പിച്ച ബാലാജി എന്ന കഥാപാത്രം എന്തിനാണ് ഇങ്ങനെ മസിൽ പിടിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. തനിക്ക് വേണ്ടി പണിയെടുക്കുന്നവരെ ഒപ്പം ഇരുത്താൻ മനസ്സിലാത്ത പുള്ളി ഒരു ഘട്ടത്തിൽ ബലികുടീരങ്ങളെ എന്ന പാട്ട് പാടുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ക്ലൈമാക്സിനോട് അടുത്ത് വരുമ്പോൾ സിനിമ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഇമോഷണൽ ലെയർ തുടക്കത്തിൽ കാണിക്കുന്ന അബദ്ധങ്ങൾ കൊണ്ടുള്ള കോമഡി കൊണ്ട് നേടിയെടുക്കാവുന്ന ഒന്നല്ല.